ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്. കുറേ നാളിലൂടെയാണ് ഞാനൊരു കല്യാണം കൂടാൻ പോകുന്നത്. അത് സോബിന്റെ കസിന്റെ കല്യാണത്തിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എവിടെ പോയാലും ലേറ്റ് ആയിട്ടേ പോകത്തുള്ളൂ എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ അതേപോലെ സംഭവിച്ച് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല കേട്ടോ, നേരെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുർബാനയൊക്കെ അവസാനിച്ചു. പെണ്ണും ചെറുക്കനും അൽത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് അച്ഛനുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആ സമയം നോക്കിയത് ഈ ഉണ്ണീശോയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനാണ് കേട്ടോ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രൂപമാണ് കേട്ടോ ഈ പള്ളിയിൽ ഈ ഉണ്ണീശോയുടെ രൂപം. പിന്നെ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പള്ളി ഫ്രീ ആയി കിട്ടിയതുപോലെ അതുകൊണ്ട് അവിടെ ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. കൂടെ കളിക്കാൻ ആളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവന്. അപ്പോൾ ഇത്ര നേരമായിട്ട് പെണ്ണിനെ ചെറുക്കനെ കാണിച്ചില്ലെന്ന് പറയരുത്. ഇതാണ് കല്യാണ പെണ്ണും ചെറുക്കന്. കല്യാണ പെണ്ണാണ് കേട്ടോ സോബിന്റെ കസിൻ. കല്യാണ ചെറുക്കനാണെങ്കിൽ സോബിന്റെ ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫോട്ടോ എടുപ്പിനൊക്കെ ശേഷം പെണ്ണും ചെറുക്കനും നേരെ ഹാളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പെണ്ണിന്റെ അനിയത്തി കേട്ടോ. എല്ലാവരും നേരത്തെ തന്നെ ഹാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പെണ്ണിന്റെ ചെറുക്കന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തരും. നല്ല മധുരമുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ പെണ്ണും ചെറുക്കന് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഉണ്ട് കേട്ടോ. ഇനി കേക്ക് കട്ടിംഗ് ഉണ്ട്, ബാക്കി അതിനുശേഷം ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണും ചെറുക്കന് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നിന്നവർക്കൊക്കെ അവിടെ കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൊടുത്തു കേട്ടോ. പിന്നെ ഓരോ റിലേറ്റീവ്സ് ആയിട്ട് അതുകൊണ്ട് കണ്ട് ഓടി വന്ന് മിണ്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കഴിപ്പിക്കാന്നുള്ളത് ഒരു ടാസ്ക് ആയതുകൊണ്ട് അതുകൊണ്ട് തൽക്കാലം സോബിന്റെ ആന്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ ബിരിയാണിയും സോബിൻ മീൽസും ആണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തോട്ടോ. എന്നിട്ടാണ് അതുകൊണ്ട് അടുത്ത് ചെന്നത്. അതുകൊണ്ട് ഫുഡ് കൊടുത്തപ്പോൾ ഫുഡ് വേണ്ട, ആകെ ഐസ്ക്രീം മാത്രം മതി എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഐസ്ക്രീമും കൊടുത്തു, എങ്ങനെയെങ്കിലും കുറച്ച് ഫുഡൊക്കെ കഴിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണ പെണ്ണിന്റെ അനിയത്തിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ അവരുടെ ഒപ്പം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന നോക്കിയാൽ അവർ സ്റ്റേജിന്റെ താഴെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, അതുകൊണ്ട് എവിടെ പോയാലും അവിടെ വെച്ചിട്ട് പാട്ട് കേട്ടുകഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കും കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.